തമിഴ്നാടിന്റെ ചൂരും ചൂടും നൽകുന്ന കൊഴിഞ്ഞാമ്പാറ. അറിഞ്ഞാലോ കൊഴിഞ്ഞാമ്പാറയെക്കുറിച്ച്? പാലക്കാട് ജില്ലയിലെ അതിർത്തി ഗ്രാമമായ കൊഴിഞ്ഞാമ്പാറയിലെത്തിയാൽ തമിഴ്നാട്ടിലെ ഏതോ ഗ്രാമത്തിലെത്തിയ ഫീലാണ്. ഫീല് മാത്രമല്ല, ഏറെക്കുറെ ശരിയുമാണ്. കൊഴിഞ്ഞാമ്പാറക്കാർക്ക് മലയാളത്തേക്കാൾ ഒരു പൊടിക്കിഷ്ടം തമിഴിനോടാണ്. കൊഴിഞ്ഞാമ്പാറ എന്ന പേര് വരാൻ കാരണം ഇവിടെയുള്ളൊരു വലിയ പാറയുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ്. മുൻകാലങ്ങളിൽ ഈ പ്രദേശത്തെ വലിയൊരു പാറയിൽ നിന്ന് മരങ്ങളുടെ ഇലകളും മറ്റും കൊഴിഞ്ഞു വീഴാറുണ്ടായിരുന്നു. കാലക്രമേണ കൊഴിഞ്ഞ പാറ എന്ന പേര് ലോപിച്ച് കൊഴിഞ്ഞാമ്പാറ എന്നായി മാറിയെന്നാണ് കരുതപ്പെടുന്നത്. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പാലക്കാട് ജില്ലയുടെ ഭാഗമായതിനാൽ പരമ്പരാഗതമായി നെൽകൃഷിക്കും മറ്റ് കാർഷിക വിളകൾക്കും ഈ പ്രദേശം വളരെ പ്രശസ്തമാണ്. പ്രദേശവാസികളുടെ പ്രധാന ഉപജീവന മാർഗം കൃഷി തന്നെയാണ്. ഈ പ്രദേശത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ പ്രധാന പങ്കുവഹിച്ച സ്ഥാപനങ്ങളാണ് ഗവൺമെന്റ് UP സ്കൂളും സെന്റ് പോൾ സ്കൂളും ആർട്സ് ആൻഡ് സയൻസ് കോളേജും ഒക്കെ. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണെങ്കിലും ഇവിടെ മനുഷ്യർക്കിടയിൽ അതിർവരമ്പുകളില്ല. പൊങ്കലും പള്ളിനേർച്ചയും പള്ളിപ്പെരുന്നാളും ഒക്കെ ജാതിമത ഭേദമന്യേ ഒന്നിച്ചാഘോഷിക്കുന്നവരാണ് കൊഴിഞ്ഞാമ്പാറക്കാർ.